എല്ലാ ദിവസവും രാത്രികാലങ്ങളിൽ നമ്മൾ ആകാശത്ത് നോക്കുന്ന സമയത്ത് നക്ഷത്രങ്ങളെല്ലാം ഒരേ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്, അല്ലേ? അതായത് ഇന്നലെ രാത്രി നമ്മൾ കണ്ട അതേ സ്ഥാനത്ത് തന്നെയാണ് ഇന്നും നക്ഷത്രങ്ങൾ നിൽക്കുന്നത്. അത് ഒരു പടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ അത് വെറുമൊരു തോന്നൽ മാത്രമാണ്. അതുകൊണ്ടാണ് നമുക്കങ്ങനെ തോന്നാത്തത്. ഈ പ്രപഞ്ചം ഒരിക്കലും നിശ്ചലമായിട്ടുള്ള ഒന്നല്ല. അതിങ്ങനെ നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറം വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമ്മളും ആ വേഗതയിൽ പ്രപഞ്ചത്തിനോടൊപ്പം സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഇതൊന്നും നമുക്ക് തോന്നാത്തത്. അതെ, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്ന നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ ഈ അനന്തമായി കിടക്കുന്ന പ്രപഞ്ചത്തിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും സെക്കൻഡിൽ 550 മുതൽ 600 കിലോമീറ്റർ വേഗതയിൽ. ഈ ചലനങ്ങളെക്കുറിച്ചും നക്ഷത്രങ്ങളുടെ കൃത്യമായ സ്ഥാനത്തെക്കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച ഒരു ടെലിസ്കോപ്പാണ് ഗയ എന്നത്. മാർച്ച് 2026 ഗയയുടെ ഒരു സുപ്രധാന കണ്ടുപിടുത്തമാണ് ഇപ്പോൾ ശാസ്ത്രലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സൗരയൂഥത്തെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളെല്ലാം മാറ്റിമറിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന കണ്ടുപിടുത്തമാണ് ഗയ കണ്ടെത്തിയത്. അതെന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ സയൻസ് ബ്രോ ഈസ് ഹിയർ. ഡിസംബർ 19 യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഫ്രഞ്ച് ഗയാനയിലെ കൗറൂവിലുള്ള സ്പേസ് പോർട്ടിൽ നിന്നാണ് ഗയ ലോഞ്ച് ചെയ്യുന്നത്. ഈ ഗയയുടെ ലോഞ്ചിങ്ങിന് പിന്നിലെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേ അഥവാ ആകാശഗംഗയുടെ കൃത്യമായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു 3D മാപ്പിംഗ് നിർമ്മിക്കുക എന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് 100 കോടി പിക്സലുള്ള ഒരു ഡിജിറ്റൽ ക്യാമറയാണ് ഗയയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ക്യാമറയുടെ സവിശേഷതയെക്കുറിച്ച് കുറച്ചുകൂടി ഞാൻ പറയാം. ഗയ ടെലിസ്കോപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി എന്ന് പറയുന്നത് ഈ ക്യാമറ തന്നെയാണ്. 106 CCD സെൻസറുകളാണ് ഈ ക്യാമറയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സെൻസർ ഉപയോഗിച്ചെടുക്കുന്ന ചിത്രങ്ങളുടെ കൃത്യത അല്ലെങ്കിൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് വളരെയധികം വലുതായിരിക്കും. നമുക്ക് ചിന്തിക്കാവുന്നതിലും അധികം വലുതായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ചന്ദ്രനിൽ വെച്ചിരിക്കുന്ന ഒരു നാണയത്തെ നിരീക്ഷിക്കുന്ന അത്രയും കൃത്യത, അത്രയും വ്യക്തത ഇതിനെടുക്കുന്ന ചിത്രത്തിനുണ്ടായിരിക്കും. മിനിറ്റിൽ ഏകദേശം 5 MB വരുന്ന ഡാറ്റയാണ് ഗയ ടെലിസ്കോപ്പ് ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടിരുന്നത്. ഇനി എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഗയ ടെലിസ്കോപ്പിനെ സ്പേസിലേക്ക് അയച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് നക്ഷത്രങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കുക. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നക്ഷത്രങ്ങളുടെ എല്ലാം നിറവും താപനിലയും മനസ്സിലാക്കി ഇവയുടെ പ്രായവും എന്തിനാലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് എന്നതുകൂടി മനസ്സിലാക്കുക. മറ്റൊന്നാണ് വേഗത. അതായത് ഈ നക്ഷത്രങ്ങളെല്ലാം നമ്മിലേക്ക് അടുക്കുകയാണോ അതോ അകന്നുകൊണ്ടിരിക്കുകയാണോ എന്ന് കണ്ടെത്തുക. ഭൂമിയുടെ ഓർബിറ്റിൽ നിന്നും 10 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ലഗ്രാഞ്ച് പോയിന്റ് 2-ലാണ് ഗയയെ ഇവർ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഒരു പോയിന്റിൽ ഈ ഒരു ടെലിസ്കോപ്പിനെ ഇവർ സ്ഥാപിക്കാൻ കാരണമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ വ്യക്തമായിട്ടുള്ള ചിത്രങ്ങൾ, ഗാലക്സിയുടെയും നക്ഷത്രങ്ങളുടെയൊക്കെ ക്ലിയർ ആയിട്ടുള്ളൊരു ഇമേജ് ഈ പോയിന്റിൽ നിന്ന് എടുക്കാൻ സാധിക്കും. കാരണം ഇത് സൂര്യന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശത്തിന്റെ തടസ്സം ഇതിനുണ്ടാകുന്നില്ല. ഈ ഒരു പൊസിഷനിൽ നിന്നും നക്ഷത്രങ്ങളുടെ 3D മാപ്പിംഗ് വളരെ കൃത്യമായി ചെയ്യാവുന്നതാണ്. കാരണം ഭൂമിയുടെ നിഴൽ ഒരിക്കലും ഈ ഒരു ഭാഗത്ത് പതിക്കുന്നില്ല. ഇത്രയും വർഷത്തിനിടയിൽ വളരെയധികം ഞെട്ടിക്കുന്ന കണ്ടുപിടുത്തങ്ങളാണ് ഗയ ടെലിസ്കോപ്പ് നടത്തിയിട്ടുള്ളത്. വെറുമൊരു മാപ്പ് നിർമ്മിക്കുക മാത്രമല്ല, നമ്മുടെ ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേയുടെ ചരിത്രം, അതിൻ്റെ ഭൂതകാലം കുഴിച്ചെടുക്കുകയും ഗയ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1000 കോടി വർഷങ്ങൾക്ക് മുൻപ് ഗയ സോസേജ് എൻസലൈഡസ് എന്ന പേരുള്ള മറ്റൊരു ഗാലക്സി നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗ വിഴുങ്ങിയതായി ഗയ കണ്ടെത്തുകയുണ്ടായി. 1200 കോടി വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട 2 പഴയ സ്റ്റാർ സ്ട്രീമുകൾ ശിവ ആൻഡ് ശക്തി എന്നിവയെ ഗയ കണ്ടെത്തുകയുണ്ടായി. കൂടാതെ അദൃശ്യമായി കിടന്നിരുന്ന പല ബ്ലാക്ക് ഹോളുകളും ഗയ കണ്ടെത്തുകയുണ്ടായി. നക്ഷത്രങ്ങളുടെ ചലനത്തിലുണ്ടാകുന്ന നേരിയ മാറ്റം ഉപയോഗിച്ചാണ് ഗയ ഇത് കണ്ടെത്തുന്നത്. ഗയയുടെ ഏറ്റവും വലിയ മറ്റൊരു കണ്ടുപിടുത്തമാണ് ആസ്ട്രോമെട്രി എന്നത്. അതായത് നക്ഷത്രങ്ങളുടെ സ്ഥാനം അളക്കുന്നതിലൂടെ അവയ്ക്ക് ചുറ്റും ഗ്രഹങ്ങളുണ്ടോ എന്ന് കണ്ടെത്തുക.
എക്സോ പ്ലാനറ്റുകൾ ഉണ്ടോ എന്ന് കണ്ടെത്തുക. അതായത് ഒരു നക്ഷത്രത്തിനെ വലം വയ്ക്കുന്നത് ഒരു വലിയ ഗ്രഹമാണെങ്കിൽ ഈ നക്ഷത്രത്തിന് ചെറിയ വിറയലുണ്ടാകും, ഷിവറിംഗ് ഉണ്ടാകും. ഈ ഒരു വിറയൽ പോലും ഈ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയും. അങ്ങനെ 10,000-കണക്കിന് ഗ്രഹങ്ങളാണ് ഗയ കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ 2026 ഗയ നമ്മുടെ നക്ഷത്രമായ സൂര്യനെക്കുറിച്ച് കണ്ടെത്തിയ ഏറ്റവും വലിയ, ചരിത്രത്തെ മാറ്റിമറിക്കാവുന്ന ഒരു കണ്ടെത്തലാണ് ശാസ്ത്രലോകം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ നക്ഷത്രമായ സൂര്യൻ 460 കോടി വർഷങ്ങൾക്ക് മുൻപ് മിൽക്കി വേ ഗാലക്സിയുടെ കേന്ദ്രഭാഗത്തുള്ള തിരക്കേറിയ ഒരു സ്ഥലത്താണ് ജനനം കൊള്ളുന്നത്. ആ ഭാഗത്ത് ഒരുപാട് നക്ഷത്രങ്ങളുണ്ടായിരുന്നു. ഇവ തമ്മിൽ ഒരു മത്സരം പോലെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപകടകരമായ റേഡിയേഷനായിരുന്നു അവിടെ. എന്നാൽ കാലക്രമേണയുള്ള ഗാലക്സിയുടെ ഭീമാകാരമായിട്ടുള്ള ഗുരുത്വാകർഷണ തരംഗങ്ങൾ നമ്മുടെ സൂര്യനെ അവിടെ നിന്നും പുറത്തേക്ക് തള്ളി. അങ്ങനെയാണ് ഇന്ന് നാം കാണുന്ന ശാന്തതയുള്ള ഈ ഒരു ഭാഗത്തേക്ക് സൂര്യൻ കുടിയേറിയിരിക്കുന്നത്. ഈ സോളാർ മൈഗ്രേഷൻ ഗയ സ്ഥിരീകരിക്കുന്നത് കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ വേഗതയും അതുപോലെ തന്നെ അവയുടെ രാസഘടനയൊക്കെ നിരീക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ്. ഈ ഗയ നൽകിയിട്ടുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ഗാലക്സിയുടെ ഭാവി ഏറെക്കുറെയൊക്കെ നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ തൊട്ട അയൽപക്കത്തെ ഗാലക്സി ആയിട്ടുള്ള ആൻഡ്രോമിഡ ഗാലക്സി സെക്കൻഡിൽ 110 കിലോമീറ്റർ വേഗതയിൽ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 400 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഗാലക്സിയും നമ്മുടെ ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേയും തമ്മിൽ കൂട്ടിയിടിക്കപ്പെടും. അങ്ങനെ ഒരു വലിയ ഗാലക്സി രൂപപ്പെടും എന്നാണ് പറയുന്നത്. ഗയയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് 11 വർഷത്തെ ഗയയുടെ സേവനത്തിന് ശേഷം 2025 ജനുവരിയിൽ പൂർണ്ണമായും ഇത് നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്നത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. 2025 മാർച്ചിൽ ഗയ പൂർണ്ണമായും ഓഫാക്കുകയുണ്ടായി. എങ്കിലും ഗയ അയച്ചു തന്ന വിവരങ്ങൾ ഇപ്പോഴും ശാസ്ത്രജ്ഞർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗയ അയച്ചു തന്നിട്ടുള്ള ഈ ഡാറ്റാസ് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്നതാണ്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ ആർക്കും സാധ്യമാണ്. അതുകൊണ്ട് തന്നെ 2026 ഏകദേശം 10,000-ലധികം റിസർച്ച് പേപ്പറുകളാണ് ഈ ഗയയുടെ ഡാറ്റ ഉപയോഗിച്ച് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ശാസ്ത്രചരിത്രത്തിൽ മറ്റൊരു ടെലിസ്കോപ്പ് ഡാറ്റയ്ക്കും ഇത്രത്തോളം റിസർച്ച് പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇനി 2026 ഡിസംബറിൽ പുറത്തു വരാനിരിക്കുന്ന ഡാറ്റ റിലീസ് 4 വഴി ആയിരക്കണക്കിന് പുതിയ ഗ്രഹങ്ങളെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സൂര്യൻ 10,000 വർഷം സഞ്ചരിച്ച കഥയാകട്ടെ, നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയും അതുപോലെ തന്നെ ആൻഡ്രോമിഡ ഗാലക്സിയും തമ്മിലുള്ള കൊളിഷൻ ആകട്ടെ, എല്ലാം ഗയ പറഞ്ഞു തരുന്നത് ഒരു ടൈം മെഷീനെ പോലെയാണ്. ഈ ഒരു ചെറിയ യന്ത്രം ആകാശത്ത് പ്രവർത്തിക്കുന്നത് നിർത്തിയെങ്കിലും ഇത് നമുക്ക് തന്ന അറിവിൻ്റെ പ്രകാശം നൂറ്റാണ്ടുകളോളം നമ്മളെ നയിക്കും. എന്തായാലും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രലോകത്ത് ഇനിയും ഉണ്ടാകട്ടെ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും പുതിയ വീഡിയോയിൽ കാണുന്നതായിരിക്കും.